ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചാനലിൽ. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അനിയൻ്റെ സേവ് ഡേറ്റിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്കി മാരേജിൻ്റെ വിശേഷങ്ങളൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാവുന്നതാണ്. ഇപ്പം നടക്കുന്നത് ഞങ്ങൾക്ക് കല്യാണത്തിന് കസിൻസ് ചേർന്നിട്ടൊരു ഡാൻസ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. കസിൻസ് എല്ലാവരും കൂടെ ചേർന്നാൽ പിന്നെ ഇല്ലാത്ത പുതിലൊന്നും ഇല്ലല്ലോ, പിന്നെ അതൊരു രസമാണല്ലോ. പിന്നെ ഞങ്ങളിതേ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അങ്ങനെ ഇതേ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തു, മെഹന്തി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിപ്പം ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ മോൾക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് കൈയിലും അകത്തും പുറത്തും മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇത് നന്നായിട്ട് ചുമക്കാനായിട്ട് ഇത് ഉണങ്ങിയപ്പോഴത്തേനും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേനും ആദ്യമായിട്ട് കയ്യിൽ മെഹന്തിയൊക്കെ കുറച്ച് ഇളകാനായിട്ട് തുടങ്ങിയായിരുന്നു. കല്യാണത്തിന് 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ മെഹന്തി ഇട്ടത്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ബ്രൈഡിന് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് പോയി. ഡിസൈനൊക്കെ സെലക്ട് ചെയ്തു. 2 കൈയിലും അകത്തും പുറത്തും തന്നെയാണ് മെഹന്തി ഇടുന്നത്. അങ്ങനെ 2 കൈയുടെ ഉള്ളിൽ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് പുറത്തിടാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ അനിയൻ വന്നു. ഈ മെഹന്തി മറ്റേ പേസ്റ്റ് പോലത്തെ കോണായതുകൊണ്ട് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പീൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതേ അനിയൻ ഒരു കയ്യിൽ പുറത്തിട്ട് കൊടുക്കുന്നു, ഞാൻ അടുത്ത കയ്യിൽ പുറത്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2 കൈയിലും അകത്തും പുറത്തും മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ അടുത്ത പിറ്റേ ദിവസം നമ്മൾ ചെറിയൊരു ഗ്രൂം ടു ബി ഒക്കെ നടത്തിയായിരുന്നു, അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസം. ഇത് പിന്നെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അതായത് എൻ്റെ അനിയന് ബ്രൈഡ് കൊടുത്ത സർപ്രൈസാണ് ഈ കേക്ക്. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കല്യാണത്തിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് കസിൻസ് ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത പണി എന്ന് പറയുന്നത് പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ അന്ന് പള്ളിയിൽ അൾത്താരയിൽ വെക്കേണ്ട പൂവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, പൂവ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൻസ് വറ്റലിൻ്റെ പാത്രം കിട്ടിയപ്പോഴത്തേനും അതും എടുത്തുകൊണ്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് പൂവൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓയാസും അത് വെക്കാനുള്ള പാത്രവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലിരുന്നു. ആദ്യം വച്ചു തുടങ്ങിയപ്പോഴത്തേന് ഇത്ര ഭംഗിയായിട്ടൊന്നും വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വച്ച് കഴിഞ്ഞപ്പോഴത്തേന് അടിപൊളിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയെക്കാട്ടി നന്നായിട്ട് ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. ഞാനും ചേട്ടനും എൻ്റെ അനിയനും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സമയം ഒന്നും ആയിട്ടില്ല, അതെ 12:55 ആയിട്ടേ ഉള്ളൂ. ഉച്ചയ്ക്ക് 12 അല്ല കേട്ടോ, വെളുപ്പിനെ 12, അതായത് കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിനെ 12:55 സമയം. പിന്നെ കല്യാണം വൈകിട്ട് 3 മണിക്കായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അടുത്ത് എൻ്റെ മോൾക്ക് കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുവാണ്. കുറേ ദിവസം കൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു മാമൻ്റെ കല്യാണത്തിന് കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ ആർക്ക് മെഹന്തി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.